കാറ്റിൻ്റെ ശബ്ദം പാർട്ട് 2. മധു അറിയാതെ തന്നെയാണ് അതാ മേശയുടെ അടിയിൽ കൂടി നീങ്ങി കേടായ ജനലകത്തു നിന്നും ഒറ്റ നോട്ടം നോക്കിയത്. കാറ്റ് നിലാവിൻ്റെ ഭാഗം പോലെ മുറിയിലൂടെ നീളം പറ്റി നീങ്ങി. പക്ഷെ കാറ്റിന് പിന്നിൽ അതല്ല കേട്ടത്. മധുവിനായി ഞാൻ തുറക്കുന്നു. അതെ, അത് ശബ്ദം പോലെയല്ല, ആലാപനത്തെ പോലെ, ഒരു പഴയ പോഴത്തെ അമ്മയുടെ ശബ്ദം പോലെ. പിറകെ കോൺമുറി അവൾക്കായി തുറന്നു. പടിപ്പടിയിലൂടെ മധു നടന്നു. വീടിൻ്റെ പിറകത്തായി ആരും ഉപയോഗിക്കാത്ത വാതിൽ, മഞ്ഞു തൂങ്ങി നിൽക്കുന്ന മരവിച്ച വാതിൽ. അതാണ് കോൺമുറി. വാതിലിനു മുമ്പിൽ എത്തിയ മധുവിനെ നോക്കി വാതിൽ സ്വയം തുറന്നു. മധു അകത്തേക്കു കയറി. തണുപ്പ് ചെറുതായി കടന്നു. മുറിയിൽ പ്രകാശമെന്നുമില്ല. പക്ഷേ അവളുടെ ഇടതുകാൽ ചവിട്ടിയിട്ടു തലോടിയതൊരു വസ്തു, ഒരു പഴയ തൊട്ടിൽ. അത് ഇളം നീല നിറം, ഉരുകിയ പോലെ കാണപ്പെടുന്നു. അത് ഇളകുന്നു. ആരുമില്ല. പക്ഷേ അതിൽ നിന്നാണ് ശബ്ദം. നീ വന്നതിൽ എനിക്ക് സന്തോഷം മധുവേ. ഇപ്പോൾ ഞാൻ ഒറ്റയല്ല.